ബീഫ് സ്റ്റേക്കും മഷ്റൂമും ഉപയോഗിച്ചിട്ട് 10 മിനിറ്റിലും കുറവ് സമയം കൊണ്ട് ഒരു സൂപ്പർ ഡിന്നർ റെഡി. ബീഫും മഷ്റൂമും വേൾഡ് വൈഡ് ഭയങ്കര വലിയൊരു കോമ്പിനേഷനാണ്. കുറെ മഷ്റൂം പ്രേമികളില്ലേ, ബീഫിന്റെ കൂട്ടത്തിൽ മഷ്റൂം നിങ്ങൾ കുറെ കേട്ടിട്ടുണ്ടായിരിക്കും. സ്ട്രോഗനോഫ്, അങ്ങനെ കുറെ പോപ്പുലർ ഡിഷസ് ഉണ്ട്. ന്യൂസിലാൻഡിലാണെങ്കിൽ തന്നെ ഐലൻഡേഴ്സിന്റെ ഇടയിലും വെള്ളക്കാരുടെ ഇടയിലും ഇന്ത്യക്കാരുടെ ഇടയിലും ഒക്കെ ഭയങ്കര പോപ്പുലറാണ് ഈ ഇറച്ചിയും മഷ്റൂമും തമ്മിലുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ $10-18 മീലായിട്ട് കിട്ടും. ഇതെന്ന് പറഞ്ഞാൽ വള്ളിക്കെട്ടും സംഭവങ്ങളൊന്നുമില്ല, വളരെ ഈസി. ബീഫ് സ്റ്റേക്ക് വിത്ത് മഷ്റൂം ആൻഡ് ക്രീം സോസ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ക്രീമി മഷ്റൂം സോസ് അല്ല ഇത്, ബീഫ് ആൻഡ് മഷ്റൂം. ക്രീമി മഷ്റൂം സോസ് ഇറ്റ്സ് ഫോർ ദ ബ്രേക്ക്ഫാസ്റ്റ് മൈൻ. കം ഓൺ, No. Mushroom sauce, okay. No creamy mushroom sauce. When I do my show, mushroom and cream. Okay, അപ്പോൾ ഞാൻ ഇൻഗ്രീഡിയൻറ്റ് പറയാം. ഓക്കെ, വൈഫ് ഗർഭിണിയായിരിക്കുമ്പോൾ ചൂടാവാൻ പാടില്ല കേട്ടാ. ഇൻഗ്രീഡിയൻറ്റിൽ ഗാർലിക്ക്, ബട്ടർ, വെരി ഇമ്പോർട്ടൻറ്റ്, മഷ്റൂംസ്. ഇന്ന് ഞാൻ ബട്ടൺ മഷ്റൂംസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബീഫ് സ്റ്റേക്ക്, റം സ്റ്റേക്ക് ആണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഓസ്ട്രേലിയൻ റം സ്റ്റേക്ക് ആണ് കേട്ടോ. ഏതാണ്ട് 624 ഗ്രാം തൂക്കമുള്ള റം സ്റ്റേക്ക് ആണിത്. പിന്നെ കുറച്ച് ക്രീം. വെരി ഈസി. ഞാൻ ഇത്ര ഈസി ആക്കി എടുത്ത് വെച്ചിട്ടുള്ളത് എന്നാണെന്നറിയോ? ഫ്ലേവർ നമുക്ക് ഇതിൽ തന്നെ കൊണ്ടുവരാം എന്ന് മാത്രമല്ല, ഒരു പാഴ്സലിയോ ഒരു തൈമോ എന്തെങ്കിലും ഒരു ഹേർബ്സ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഈ ഹേർബ്സ് കിട്ടില്ല ചേട്ടാ, അത് കാരണം ഇത് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിക്കും. നോ. വെൻ യു മേക്ക് സ്റ്റേക്ക് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റേക്ക് അതായത് പ്രോട്ടീൻ, ബട്ടർ, സ്റ്റേക്കിലുള്ള ഫാറ്റ്, ദെൻ ഫയർ. ഈ 3 ഇൻഗ്രീഡിയൻറ്റ് മതി. യു ക്യാൻ കുക്ക് ഇറ്റ് നൈസ്ലി. ബിഫോർ വി കുക്ക്, വൺ മോർ തിങ്. സ്റ്റേക്ക് കുക്ക് ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് സ്റ്റേക്ക് കഴുകുക എന്നുള്ളതാണ്. ഡു നോട്ട് വാഷ് സ്റ്റേക്ക്. ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്റ്റേക്ക് കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള നല്ല ഏജ്ഡ് സ്റ്റേക്കാണ്. വാഷ് ചെയ്യരുത് കേട്ടോ. ഡു നോട്ട് വാഷ്. ഓക്കെ. നെക്സ്റ്റ് വൺ, മഷ്റൂം. മഷ്റൂം ഈസ് എ ഫംഗൈ ആണ്. നെവർ വാഷ്. ഇത് വെള്ളത്തിൽ തൊട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ വെള്ളം അബ്സോർബ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം കിണിഞ്ഞുകൊണ്ട് വരും. ഒരിക്കലും മഷ്റൂം വാഷ് ചെയ്യരുത്. മഷ്റൂം നല്ല വൈക്കോൽ കൂനയുടെ മുകളിലൊക്കെ ഉണ്ടാവണേ. അധികം ഇതിൻ്റെ മുകളിൽ കച്ചടിയൊന്നും ഉണ്ടാവില്ല. ഉണ്ടായാൽ തന്നെ കുറച്ച് മൈക്രോബ്സേ ഉണ്ടാവുള്ളൂ. അത് കുക്ക് ചെയ്യണ സമയത്ത് പൊക്കോളും. നെവർ വാഷ്, നത്തിങ് എൽസ്. ഓക്കെ. ഇനി 2-3 ടിപ്പും കൂടി ഉണ്ട്. ഇത് ഞാൻ കുക്ക് ചെയ്യണ സമയത്ത് പറയാം. ബിക്കോസ് ഇറ്റ്സ് എ ടിപ്പിക്കൽ കുക്കിംഗ് വീഡിയോ അല്ലേ ഗോൾഡേ? സോ ഈസി, വി കുക്ക് നൗ. ഈസി, കമോ ഹണി. അല്ലേ നീ അവിടെ നിന്ന് ക്യാമറ വളച്ചെടുക്കേണ്ടി വരുന്നില്ലെങ്കിൽ. അപ്പോൾ സ്റ്റേക്ക് കുക്ക് ചെയ്യാനായിട്ട് ഒരു ഹോട്ട് പാൻ. നിങ്ങൾ ആദ്യമായിട്ട് സ്റ്റേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാരാണെന്ന് വെച്ചെങ്കിൽ എപ്പോഴും നോൺ സ്റ്റിക്ക് പാനിൽ ഉണ്ടാക്കി പഠിക്കേണ്ടതായിരിക്കും കേട്ടോ നല്ലത്. എന്നിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് നമ്മുടെ സ്റ്റേക്ക് അങ്ങോട്ട് പ്ലേസ് ചെയ്യണം. സ്റ്റേക്ക് പ്ലേസ് ചെയ്യുമ്പോൾ പലരും പറയാറുണ്ട് ക്രസ്റ്റ് ഫോം ആവാറില്ല, അടിയിൽ ശരിക്കും കോണ്ടാക്ട് ആവണില്ല എന്ന്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചെങ്കിലേ, വേറൊരു സോസ് പാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരന്ന പാത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിൽ എടുത്ത് വെച്ചിട്ട് ഒരു വെയിറ്റ് കുറച്ച് കയറ്റി വയ്ക്കുക. അധികം നേരം ഞെക്കി കളിക്കരുത്. അതിൻ്റെ ചാറ് മൊത്തം പുറത്തേക്ക് വന്നിട്ട് സ്റ്റേക്ക് വറങ്ങലിക്കും. ഇത് ഇപ്പോൾ ഇങ്ങനെ ക്രസ്റ്റ് ഫോം ആവണില്ല എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം കാണിച്ചു തന്ന ടെക്നിക്കാണ് കേട്ടോ. എല്ലാവരും എപ്പോഴും ചെയ്യേണ്ട കാര്യമില്ല. നല്ല സ്കില്ലായ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ ചെയ്യുന്നത് തന്നെ ഇതിനെ കൊല്ലണതിന് തുല്യമാണ്. ഡോണ്ട് ഡു ദാറ്റ്. ഒരൊറ്റ മിനിറ്റ് ഒരു സൈഡ് കുക്ക് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ആദ്യം ഉപ്പിട്ടിട്ട് ആ പ്ലേറ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലേറ്റിൻ്റെ മുകളിൽ മുഴുവൻ ഉപ്പ് പിടിക്കേ. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ക്രസ്റ്റ് ഫോം ആയിട്ടുണ്ടോന്ന്. ലോക്ക് ആറ്റ് ദാറ്റ്. കണ്ടാ? ബ്യൂട്ടിഫുൾ ക്രസ്റ്റ്. കണ്ടാ? വൺ മോർ ടൈം. ചേട്ടാ ഇതൊരു മിനിറ്റ് ആയിട്ടുണ്ട്. ഇവിടെയും കുറച്ച് ഉപ്പ്. പെപ്പർ ഞാൻ എപ്പോൾ ഇടുന്നില്ല. നോക്കിയേ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടില്ലേ? ഡു നോട്ട് ഓവർ കുക്ക് കിട്ടാ. നമുക്ക് ഞാൻ അടുത്ത സൈഡ് നോക്കിയേ. കണ്ടാ? നൈസ്. ഓക്കെ. ഇനി ഒരു 50 സെക്കൻഡ് മീഡിയം ഫയർ കേട്ടാ. ബ്യൂട്ടിഫുൾ. ഇപ്പം ഏതാണ്ട് 30 സെക്കൻഡായി. കുറച്ച് ബട്ടർ. ഓക്കെ. 20 സെക്കൻഡ് ഈ ബട്ടറിനെ ഒന്ന് മെൽറ്റ് ചെയ്യണം. ബ്യൂട്ടി. ഈ സമയത്ത് നമുക്ക് കുറച്ച് ക്രഷ് ചെയ്തിട്ടുള്ള നമ്മുടെ ഗാർലിക് ഇല്ലേ, ആ ഗാർലിക്കിനെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലിടുക. ഓവർ കുക്ക് ചെയ്യരുത്. ഫ്ലിപ്പ്. ഓക്കെ. ഡൺ.
ഇതിപ്പോൾ എനിക്ക് ഡണ്ണായ പോലെയാണ് തോന്നുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിനെ ബേസ്റ്റ് ചെയ്തിട്ട് എടുക്കാൻ കേട്ടാ. ഡൺ, കുക്ക്ഡ് ഓൾറെഡി, ഡോൺ ഓവർ കുക്ക്. ഇത് നമ്മുടെ സ്റ്റേക്ക് എടുത്തു. ഇനി ഈ ഭാഗം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വേണമെങ്കിൽ ഈ പ്ലേറ്റിലേക്ക് ഡയറക്റ്റ് വെക്കാം. അപ്പോൾ അടിവശം പിന്നെയും കുക്കാവും, ക്രസ്റ്റ് എല്ലാം പോവും. അതിന് പകരം ഞാൻ ഒരു ഗ്രില്ല് വെച്ചിട്ട് ഗ്രില്ലിൻ്റെ മുകളിൽ റെസ്റ്റ് ചെയ്യണം കേട്ടോ. അറ്റ്ലീസ്റ്റ് 5 to 8 മിനിറ്റ് വിട്ടിരുന്നിട്ട് റെസ്റ്റ് ആവട്ടെ. ഓക്കെ, മീൻ ടൈം നമുക്ക് മഷ്റൂം സോസ് ഉണ്ടാക്കണം. നമ്മുടെ മഷ്റൂമിനെ ഞാൻ ക്വാർട്ടറായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ആ മഷ്റൂം നേരെ നമ്മുടെ ഈ പാനിലേക്ക് ഇടുക. ഓക്കെ, മഷ്റൂമും അധികം സമയം എടുക്കില്ല കേട്ടോ കുക്കാവാനായിട്ട്. 2 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം പോയ 3 മിനിറ്റ് കൂടുതൽ വേവിച്ചാൽ ഇതിൻ്റെ ഉള്ള വെള്ളം മുഴുവൻ ഇറങ്ങിപ്പോയിട്ട് ഇത് നാശമാവും. 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ മഷ്റൂം വേവൂട്ടാ. 1 മിനിറ്റ് ഒന്ന് ഹൈ ഫയറിലൊന്ന് നമുക്ക് ഇനി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് ഏതാണ്ട് 1.5 മിനിറ്റായി. മഷ്റൂം നന്നായിട്ട് വെന്ത് തുടങ്ങി. നല്ല മഷ്റൂം, നല്ല മണം വരുന്നുണ്ട്. ഒരു ലേശം ക്രീം. ക്രീം ഇത് എങ്ങനെ തിളച്ച് വരില്ലേ. അപ്പോൾ നമ്മുടെ തിക്നെസ് ഒന്ന് നോക്കുക. നമ്മുടെ തിക്നെസ് അല്ല ക്രീമിൻ്റെ കേട്ടോ. തിക്ക് കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ പണിയാണ്. ഓക്കെ, ഇനി നമുക്കിതിലൊരു സാധനം ചേർക്കണം. അതാണ് അതിൻ്റെ മെയിൻ സാധനം. എന്താണ്? നമ്മുടെ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ബീഫ് കണ്ട. ആ ബീഫിൻ്റെ മുകളിൽ നിന്ന് വന്ന ഈ ചാറ് കണ്ടോ നിങ്ങൾ? ഓൾ മയോഗ്ലോബിൻ, പ്രോട്ടീൻ, നൈസ് ഇരുമ്പ് എല്ലാം ഉള്ള ഈ ചാറില്ലേ, ഈ ചാറ് നേരെ ഇതിലേക്ക് അങ്ങോട്ട് ഒഴിക്കണം. ഇതാണ് ഇതിൻ്റെ ഹാർട്ട് കേട്ടോ. ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് ചെക്ക് ചെയ്യുമ്പോൾ കൈയിട്ടിട്ട് ഇളക്കണ സമയത്ത് ഭാര്യമാരെ അടുത്തുണ്ടോ എന്ന് നോക്കുക. ഉണ്ട് വെച്ചെങ്കിൽ പറയാ, നിങ്ങൾ നിങ്ങളെ ഉമ്മയൊക്കെ വയ്ക്കേണ്ടത്, അതൊന്നും മേടിച്ച് പേടിക്കേണ്ടതെന്ന്. ആ കൈ കിട്ടുന്നത് കാണില്ല എന്ന് ഉദ്ദേശിച്ച കുട്ടിയില്ലേ. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ലിറ്റിൽ ബിറ്റ് ഓഫ് പെപ്പർ, ദെൻ ഡൺ. ഞാൻ ഓഫ് ചെയ്തിട്ടാ. ഞാനിതിൻ്റെ സോസിൻ്റെ തിക്നെസ് നിങ്ങൾക്ക് കാട്ടിത്തരാം. ഈ സമയത്ത് ചോപ്പ് പാഴ്സലി ചേർക്കാൻ നല്ല ഗ്രീൻ കളർ കിട്ടും കേട്ടോ നമ്മുടെ സ്റ്റേക്കിൻ്റെ സോസിന്. ഓക്കെ, ബ്യൂട്ടിഫുൾ സോസ്. ലുക്ക് അതാ. ഓക്കെ, ഒന്നും നമ്മൾ സ്പെഷ്യലായിട്ട് ചേർത്തിട്ടില്ല. നമുക്കിത് കഴിക്കുമ്പോൾ നോക്കാട്ടാ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന്. നോക്കാം. ദാറ്റ് ബ്യൂട്ടിഫുൾ. റെഡി, വി ഗോ. ഇപ്പൊ നീ സൈഡിലേക്ക് പോക്കോ. എങ്ങനെയുണ്ട്? എത്ര നേരം വേണം നോക്കി നോക്കിയേ. ലെസ് ദാൻ ലൈക്ക് 8 മിനിറ്റ്സ്. എൻ്റെ സ്റ്റേക്ക് ഒന്ന് പെട്ടെന്ന് കുക്കായി. ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവന്ന കാരനാന്ന് തോന്നുന്നുണ്ട്. 2.25 മിനിറ്റ് 3 മിനിറ്റിലേക്ക് എത്തുമ്പോഴേക്കും സാധനം ഇറങ്ങിലിച്ചു. അത്ര പെട്ടെന്ന് വെന്ത് പോയി. ഓക്കെ, ഇനി കുറച്ചും കൂടി നിങ്ങൾക്ക് ഫ്ലേവർഫുൾ ആക്കണമെന്ന് തോന്നുകയാണെന്ന് വെച്ചെങ്കിൽ വൈറ്റ് വൈൻ കുക്കിങ്ങിൽ ഉപയോഗിക്കാം, ഹേർബ്സ് ഉപയോഗിക്കാം, മസ്റ്റർഡ് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇനി ഫ്ലേവറിങ് ഇൻഗ്രീഡിയൻസ് എത്ര വേണമെങ്കിലും ഇതിൻ്റെ ആഡ് ചെയ്യാം കേട്ടോ. ബേ ലീവ്സ്, സ്റ്റോക്ക്, വോട്ടെവർ. ഈസി, അതായത് ഈസി ഇൻഗ്രീഡിയൻസ് പോയി മേടിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാനാണ് ഞാൻ വളരെ ഈസി മെത്തേഡ് കട്ട് ചെയ്തിട്ടാ. നോക്കിയേ നമ്മുടെ സ്റ്റേക്ക് നോക്കിയേ. ഈ ഭാഗത്ത് നോക്കിയാൽ ക്രസ്റ്റ് ഇല്ല. എന്താ കാരണം? ഇവിടുന്ന് വെള്ളം ഒലിച്ചിറങ്ങുന്ന സമയത്ത് ആ കാരമലൈസേഷൻ മുഴുവൻ വെള്ളത്തിൻ്റെ ഒപ്പം അല്ലെങ്കിൽ ആ മയോഗ്ലോബിൻ്റെ ഒപ്പം താഴത്തേക്ക് കളക്ട് ആയിട്ടുണ്ട്. അതാണ് നമ്മൾ സോസ്. അതാണ് നമ്മുടെ സോസിന് നല്ല കാരമലി ടേസ്റ്റ് ഉണ്ടാവും. എന്നാൽ ഈ ഭാഗത്ത് ആ ക്രസ്റ്റ് അല്ലെങ്കിൽ ആ കുക്ക് ചെയ്തിട്ടുള്ള ഗോൾഡൻ കളറ് നമുക്ക് കാണാൻ പറ്റും. കണ്ടോണ്ടേ യാ ദ ചാർഡ് ഫീലിംഗ്. ഇനി നമ്മുടെ മഷ്റൂം സോസ് നോക്കിയേ, ബ്യൂട്ടിഫുൾ സോസ്. അപ്പോൾ ഈ സോസ് ശരിയാവണ നേരത്തേക്ക് എന്തായി? സ്റ്റേക്ക് അടിപൊളിയായിട്ട് റെസ്റ്റായി. കണ്ട അതിൻ്റെ കൺസിസ്റ്റൻസി കണ്ട. ഇനി നമുക്ക് നമ്മുടെ സ്റ്റേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ബ്യൂട്ടി മീറ്റ്സ് ക്വാളിറ്റി. ബ്യൂട്ടിഫുൾ. കണ്ടോളൂ നമ്മൾ കറക്റ്റ്. കണ്ട, ഒരിക്കലും ഓവർ കുക്ക് ആക്കരുതിട്ടാ. ഇതിൽ തന്നെ സ്റ്റേക്കിന് പല തിക്നെസ് ഉണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ ഭാഗം തിക്ക് കൂടിയതാണ്. സോ ബ്യൂട്ടിഫുൾ മീഡിയം റയർ ആണ്. ഈ ഭാഗം ഭയങ്കര, അതായത് സെൻറ്റർ ഭാഗം ഈ സ്കോച്ചിൻ്റെ റം സ്റ്റേക്കിൻ്റെ തിക്ക് കുറവാണ്. അപ്പോൾ ഇത് മീഡിയം ടു വെൽ ആയിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വീണ്ടും കുറച്ചും കൂടി തിക്ക് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭാഗം മീഡിയം ആയിട്ട് കാണാൻ പറ്റും. കണ്ട? ഓക്കെ, ഇനി ഞാനിതിനെ എങ്ങനെയാണ് സെർവ് ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ ന്യൂസിലാൻഡിൽ ആളുകൾ സെർവ് ചെയ്യണ പോലെ സെർവ് ചെയ്യണോ അതോ മറ്റേ ഇങ്ങനെ 2 വെച്ചിട്ട് സെർവ് ചെയ്യണോ? കൂടുതൽ സ്ലൈസ് ചെയ്തിട്ട് സെർവ് ചെയ്യണം. വിച്ച് വൺ യു ലൈക്ക്? അതായത് റെസ്റ്റോറൻറ്റിലല്ല കേട്ടോ, ഇവിടുത്തെ ടേക്ക് അവേയിലൊക്കെ മഷ്റൂം സോസിൻ്റെ കൂട്ടത്തിൽ എങ്ങനെയാണ് സെർവ് ചെയ്യുക വെച്ചാൽ കട്ട് ചെയ്തിട്ടാണ് സെർവ് ചെയ്യുക. ഓ ഹോ 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 ഹോ, കണ്ട ബ്യൂട്ടിഫുള്ളായി. സോ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക വെച്ചാൽ ഇങ്ങനെയാണ് എടുത്തിട്ട് ഇവിടെ കട്ട് സെർവ് ചെയ്യണ പോലെ നമുക്ക്
നമ്മളിന്ന് സെർവ് ചെയ്യണത് റൈസിൻ്റെ കൂട്ടത്തിലാണ്. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഡൈജസ്റ്റ് ആവുന്ന ഒരു സാധനം റൈസാണ്. അതുകൊണ്ടാണ് നമ്മൾ റൈസ് പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള കോക്കനട്ട് റൈസ് ആയിരുന്നു. നമ്മുടെ ചിക്കൻ സ്റ്റോക്കിൽ വേവിച്ചിട്ടുള്ള റൈസാണ് കേട്ടോ. അത് ഉള്ളിൽ കുറച്ച് ലൂസ് ഓക്കെ അല്ലേ? ഓക്കെ ഗോൾഡാ, യു റെഡി ഫോർ ദിസ്? ഈസി സ്റ്റേക്ക്. സി ഓൾ ദ ജ്യൂസ് ആ ഹിയർ. ഓഹ്, വളരെ എല്ലാവർക്കും ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ കാണുന്ന പോലെ ഇരിക്കട്ടെ. ഓഹോ ലോ കാ ബ്യൂട്ടി ലിറ്റിൽ ബിറ്റ് പെപ്പർ. ഓ നൗ നമ്മുടെ മാജിക് സോസ് പ്ലേറ്റീന്ന് കാണിച്ചോളൂട്ടോ കൂടെ. കുളത്തീന്ന് ചാടണ ഇങ്ങനെ ഇവിടെ നിന്ന് എടുക്കണത് ഇങ്ങനെ നീ സ്വിങ് ചെയ്തിട്ട് എടുക്കോ? Wow. Oh. Beautiful. Beauty. നമ്മൾ ജസ്റ്റ് കുറച്ച് സോസ് ഓൺ ദ ടോപ്പ്. Done. Easy dinner. Just like that. எப்படி இருக்கீங்க? உள்ள பாருங்க. എത്ര നേരം വേണം? ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പാഴ്സലിൽ ഒരു ഗാർണിഷ് വയ്ക്കാം. നിങ്ങൾക്ക് എന്താണ് വേണമെന്ന് വെച്ചെങ്കിൽ ഈ സമയത്ത് ചെയ്യട്ടെ. ഗാർണിഷൊക്കെ നിങ്ങൾ പ്ലേറ്റ് ചെയ്തിട്ട് റെസ്റ്റോറൻറ്റിലാണ് സെർവ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ വീട്ടിലാണെങ്കിൽ ഇത് വീക്കാവും. ഈശി ഇങ്ങനെ കാണിക്കാൻ നല്ല വൈൽഡി. ഇങ്ങനെ മഴ പെയ്ത് പുളിമരത്തിൻ്റെ ചോട്ടിൽ ഇങ്ങനെ ഇരിക്കണ സമയത്ത് ആ പുളിമരത്തിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് ഒരു മറ്റേ പശിറച്ചി കിട്ടിയിട്ട് അവിടെ നിന്നുള്ള മഷ്റൂം എടുത്തിട്ട് ഇങ്ങനെ മരത്തിൻ്റെ ചോട്ടിലിരിക്കുന്ന ഫീൽ എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടണേ. അടിപൊളിയായിട്ട് കേട്ടോ. നമുക്കിനി കുറച്ച് സോസും ഒരു ബീഫിൻ്റെ നല്ലൊരു പീസ് എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ഈ പറഞ്ഞത് ശരിയാണോ എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? എൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും, അറിയാലോ. എടുത്തിട്ട് ഇത് എന്താ ഈ കുട്ടി ഇങ്ങനെ താവാൻ പറയണം എന്നോട്? Oh, the mushroom, I'm telling you, the sauce with the beef വേണ്ട, just eat this. ഗോൾഡ് നോക്കുക. ഈ റം സ്റ്റേക്കിൻ്റെ ഫാറ്റ് ഉണ്ടല്ലോ, ഈ മുകളിലിരിക്കുന്ന ഈ ഫാറ്റ് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഇതിനുള്ളൊരു ഷീനും ഉണ്ട്. ഈ ഷീനുവിനെ ചേർത്തിട്ട് നമ്മളിങ്ങനെ വലിച്ച് കഴിക്കുക. ടേസ്റ്റ് എന്ന് പറയും ഈ ഫാറ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫാറ്റാണ് കേട്ടോ റമ്മിൻ്റെത്. സോ ഗുഡ്. ഷീനാണ് പണി. കുട്ടികൾക്ക് കൊടുക്കാം, മറ്റേ എന്തിനാ പറയുക, ടീത്ത് വരണേന് ഇങ്ങനെ കടിക്കാൻ ബെസ്റ്റ്. കമോൺ ഗോൾഡാ, ലെറ്റ്സ് ഈറ്റ് നൗ. ഗോൾഡ് മഷ്റൂമിൻ്റെ കളറിലുള്ള ഉടുപ്പന്നെ ഇട്ട് വന്നിട്ടുണ്ട്. മഷ്റൂം മഷ്റൂമിൻ്റെ കളർ ഇപ്പം നോക്കിയേ, മട്ടക്കളിയേ. കമോൺ ടേസ്റ്റ് ആൻഡ് ലെറ്റ് മീ നോ. നീ അത് ടേസ്റ്റ് ചെയ്തിട്ട് അപ്പോഴേക്കും ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഈ മഷ്റൂം ഒരിക്കലും ശരി, അപ്പോൾ അഭിപ്രായം പറഞ്ഞു കേട്ടോ. നല്ല ആ സോസൊക്കെ ശരിക്കും ആ ചോറിൻ്റെ ചോറ് ഞാൻ കഴിച്ചില്ല. സോറി, മഷ്റൂമിനെ പറ്റി കഥ വിളി തിന്നിട്ട് പറയാം, അല്ലെങ്കിൽ ഇതൊക്കെ പറഞ്ഞു തീർക്കും. ഞാൻ ഇപ്പോൾ കഴിച്ചു കഴിഞ്ഞല്ലോ. മഷ്റൂം കഴിച്ചേ നല്ല ബീഫ് അല്ലേ? കുക്കിംഗ് പർപ്പസ് ചെയ്യാം. അപ്പോൾ ഗർഭിണികളാണ് വെച്ചെങ്കിൽ മീഡിയം റയർ പ്രിഫർ ചെയ്യണ്ട കേട്ടാ. ഒരു മീഡിയം അങ്ങനെയൊക്കെ പ്രിഫർ ചെയ്താൽ മതി. നമ്മൾ കുഴപ്പമില്ല. കാരണം അടുപ്പിൽ നൂറാന്ന് നീ കേട്ടിട്ടില്ലേ? അഗെയിൻ കെയർഫുൾ ഔട്ട്. മഷ്റൂം ബ്യൂട്ടിഫുൾ. അപ്പം മഷ്റൂമിനെ കുറിച്ച് ഞാനൊരു കാര്യം പറയാം. എന്താണെന്ന് അറിയോ? നമുക്ക് വയറിനകത്ത് ഗ്യാസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു വെജിറ്റബിളാണ് കേട്ടോ മഷ്റൂം. ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമാണ്. തിന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് പിടി കിട്ടിയിട്ടുണ്ടാവില്ല എന്ത് കഴിച്ചിട്ടാണ് ഈ മാതിരി വയറ് ബ്ലോട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഗ്യാസ് ഉണ്ടായിട്ടുള്ളതെന്ന്. പച്ചക്കറികളിൽ അല്ലെങ്കിൽ മഷ്റൂമിന് ഒരിക്കലും പച്ചക്കറി എന്ന് പറയാൻ പറ്റില്ല, ഇറ്റ്സ് എ ഫംഗയാണ്. അപ്പോൾ ആ കാറ്റഗറിയിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള കാർബോഹൈഡ്രേറ്റ്സും മഷ്റൂമിലുള്ള ഫൈബറും ഈ രണ്ട് സാധനവും മെജോറിറ്റി കുറേ ആളുകൾക്ക് ദഹിക്കാത്തൊരു സാധനമാണ്.
ആ സാധനത്തിൻ്റെ മുകളിൽ നമ്മുടെ കോളനകത്തുള്ള ബാക്ടീരിയ പ്രവർത്തിക്കുകയും ഒരുപാട് ഗ്യാസ് ഉണ്ടാക്കുന്ന സാധനമാണ്. എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു പീസ് പോലും കഴിക്കാൻ പറ്റില്ല. ഞാൻ അപ്പം 4 പീസ് കഴിച്ചിട്ടുണ്ട്. പച്ചക്കറി വർഗ്ഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സാധനത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ബ്ലോട്ടിങ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് കേട്ടോ മഷ്റൂം. സോ മഷ്റൂം നിങ്ങൾക്ക് ബ്ലോട്ടിങ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഡോണ്ട് ആഡ് മഷ്റൂം. ഓക്കെ, അവർക്കുള്ളതല്ല മഷ്റൂം അല്ലേ. സോ ആ സാഹചര്യത്തിൽ മഷ്റൂം ഒഴിവാക്കിയിട്ട് ജസ്റ്റ് ക്രീം സോസ് ഉണ്ടാക്കുക. ഇനി ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, സ്റ്റേക്ക് എന്ന് പറഞ്ഞ ഒരു സംഗതി പലപ്പോഴും നാട്ടിൽ നമുക്ക് ഏജ്ഡ് ആയിട്ടുള്ള സ്റ്റേക്ക് കിട്ടില്ല. ഏജ്ഡ് അല്ലാത്ത സ്റ്റേക്കിൽ നമ്മൾ എങ്ങനെ സ്റ്റേക്ക് ഇതുപോലെ മീഡിയം റയറോ മീഡിയോ ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മീറ്റ് ഒരിക്കലും സോഫ്റ്റ് ആയിട്ട് വരില്ല. ഇനിയിപ്പോൾ സ്റ്റേക്ക് ഏജ്ഡ് ആയിട്ടുള്ളത് ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ ഇപ്പോൾ വരുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റേക്ക് മാത്രം മേടിച്ചിട്ട് ഈ സംഭവം ഉണ്ടാക്കുക കേട്ടോ. അല്ല വെച്ചെങ്കിൽ ഇതെന്തുട്ട് ഈ പുള്ളി പറയണേ തിന്നാൻ പറ്റണില്ലോ വിറങ്ങി വെച്ചിട്ടാണല്ലോ ഇരിക്കണേ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് സ്റ്റേക്ക് പീസ് നല്ല ഏജ്ഡ് അല്ലാതെ ഇപ്പോൾ നമുക്ക് നാട്ടിലൊക്കെ മേടിക്കുന്ന പോലത്തെ സാധാ ഈ നമ്മുടെ നാട്ടിലെ ബുച്ചർ അല്ലെച്ചെങ്കിൽ നമ്മുടെ വീട്ടുകാരൻ്റെ അടുത്ത് നിന്ന് പോയിട്ട് മേടിച്ചുകൊണ്ടിരുന്ന ബീഫില്ലേ, ആ ബീഫ് വെച്ചിട്ട് ഇതുപോലെ മഷ്റൂം ഉണ്ടാക്കണം വെച്ചെങ്കിൽ അതിൻ്റെ ഒരു റെസിപ്പി ഞാൻ വേറെ ചെയ്യാട്ടോ. അതായത് നമ്മുടെ കറി മഷ്റൂം പോലത്തെ ഒരു സംഗതി ഉണ്ട്, അത് ഞാൻ അടുത്ത ദിവസം ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സ്റ്റേക്ക് പീസ് കിട്ടുകയാണെങ്കിൽ മസ്റ്റ് ട്രൈ. ഇന്ത്യക്ക് പുറത്തുള്ള ആളുകൾ അതല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിൽ ദുബായിൽ അവിടെ കൂടെയൊക്കെ നല്ല സ്റ്റേക്ക് പീസ് കിട്ടും. ബ്രിങ് ഇറ്റ് ഓൺ, കുക്ക് ദിസ് തിങ് വിത്തിൻ 10 minutes ആൻഡ് എൻജോയ് യുവർ ഡിന്നർ. അപ്പോൾ ഇതുപോലെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത തവണ കാണാം. അതുവരെയും ബൈ ഫോർ നോ, ബൈ ബൈ. ബ്യൂട്ടിഫുൾ സ്റ്റേക്ക് ഓണസ്റ്റ്. പിങ്ങ അതാണോ നീ കഴിക്കണേ? എന്നാൽ പിങ്ങ പിന്നെ ചോറ് എടുത്തിട്ടോ. ഫുഡാ ഓ കുട്ടിയോടമ്മ ഫുഡ് ആരും കൊണ്ടുമില്ല. അത് കഴിച്ചിട്ടേ പിങ്ങൂര് മഷ്റൂം ഇഷ്ടമല്ല. ഹൗസ് ആണ് ഹൗസ്. The sauce is nice though. Nice sauce. Not the mushroom? I don't really taste the mushroom.